Okay, now we move on its characteristics. Aristotle defines tragedy is an imitation of an action that is serious, complete, and of certain magnitude in a language embellished with each kind of artistic ornaments, the several kinds being found in the separate parts of the play, in the form of action, not of narrative, through pity and fear, through pity and fear affecting the proper purgation of these emotions. This is the definition of tragedy. This is very important. You should by heart this the definition of tragedy. ഈ ഒരു ട്രാജഡിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം, കാണാതെ ബൈ ഹാർട്ട് ആക്കേണ്ടതാണ്. അരിസ്റ്റോട്ടിൽ ഡിഫൈൻസ് ട്രാജഡി ഈസ് ആൻ ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷൻ. ട്രാജഡി എന്ന് പറഞ്ഞാൽ ആക്ഷനെ ഇമിറ്റേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് സീരിയസ്. അതെങ്ങനെയായിരിക്കും? സീരിയസ് ആയിരിക്കും. കംപ്ലീറ്റ് ആൻഡ് സെർട്ടൈൻ മാഗ്നറ്റ്യൂഡ്, അത് കംപ്ലീറ്റ് ആവണം. പിന്നെ ആൻഡ് സെർട്ടൈൻ മാഗ്നറ്റ്യൂഡ്, ഇതിൽ ഓരോ വേർഡ്സും നമുക്ക് ഡിഫൈൻ ചെയ്ത് ഓരോ വേർഡ്സും വേറെ വേറെ തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഫസ്റ്റ് ഒന്ന് ഡെഫിനിഷനാണ് ഒന്നും കൂടെ വായിക്കുക, അതിന് ശേഷം ഇതിൽ ഓരോ വേർഡ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. In a language embellished with each kind of artistic ornaments, the several kinds being found in the separate parts of the play. ഇതിലൊരു ലാംഗ്വേജ് കൊണ്ടാണ് എല്ലാ. ഇപ്പോൾ ട്രാജഡി ആണെങ്കിലും ലാംഗ്വേജ് ഉണ്ടായിട്ടാണ്. ആദ്യം അത് എന്തുണ്ടാവും? അതിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടാവില്ലേ, എഴുതിയിട്ടാണ് അത് സ്റ്റേജിൽ അവതരിപ്പിക്കുക. അപ്പോൾ ഇൻ എ ലാംഗ്വേജ് എംബെലിഷ്ഡ് വിത്ത് ഈച്ച് കൈൻഡ് ഓഫ് ആർട്ടിസ്റ്റിക് ഓർണമെൻറ്റ്സ്. ആർട്ടിസ്റ്റിക് ഓർണമെൻറ്റ്സ് ഹിയർ മീൻസ് ദ ഫിഗർ ഓഫ് സ്പീച്ചസ്, റിതം, മ്യൂസിക്, എല്ലാം സ്റ്റേജ് അറേഞ്ച്മെൻറ്റ് ഒക്കെ ആർട്ടിസ്റ്റിക് ഓർണമെൻറ്റ്സ് ആണ്. ഇറ്റ് എൻഹാൻസ് ദ ബ്യൂട്ടി ഓഫ് ദ പ്ലേ. പിന്നെ ദ സെവറൽ കൈൻഡ്സ് ബീങ് ഫൗണ്ട് ഇൻ ദ സെപ്പറേറ്റ് പാർട്സ് ഓഫ് ദ പ്ലേ. ഇതിലെല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഒരേ സ്ഥലത്ത് ഉണ്ടാവുകയാണോ ചെയ്യല്ല. ഓരോ സംഗതികളും പ്ലേയുടെ സെപ്പറേറ്റ് പാർട്സിൽ, പ്ലേയുടെ പല ഭാഗങ്ങളിലായിട്ടാണ് അത് ഉൾക്കൊള്ളിക്കുക. ഇൻ ദ ഫോം ഓഫ് ആൻ ആക്ഷൻ. ഏത് രീതിയിലാണ് ട്രാജഡി ഉണ്ടാവുക? നരേറ്റീവിൻ്റെ രൂപത്തിലാണോ? അല്ല, ആക്ഷൻ്റെ രൂപത്തിൽ. നോട്ട് ഓഫ് നരേറ്റീവിൻ്റെ രൂപത്തിലല്ല, ആക്ഷൻ്റെ രൂപത്തിൽ. ത്രൂ പിറ്റി ആൻഡ് ഫിയർ എഫക്റ്റിംഗ് ദ പ്രോപ്പർ പർഗേഷൻ ഓഫ് ദിസ് ഇമോഷൻ. ഈ ഒരു ആക്ഷൻ കാണുന്ന സമയത്ത് നമുക്ക് പിറ്റിയും ഫിയറും അറൗസ് ചെയ്യും. അത് ട്രാജഡിൻ്റെ പ്രത്യേകതയാണ്. കാരണം ഇത് സീരിയസ് ആണ്. അല്ലാതെ ഭയങ്കരമായിട്ട് ചിരിക്കാനുള്ള സംഭവങ്ങളാണോ ട്രാജഡിയിൽ ഉണ്ടാവുക? അല്ല, സീരിയസ് ആക്ഷൻസ് ആണ്. അപ്പോൾ ആ സീരിയസ് ആക്ഷൻസിൽ എന്താണ്? പിറ്റി ഫിയർ അറൗസ് ചെയ്യും. നമുക്ക് കരുണ തോന്നും, അല്ലെങ്കിൽ നമുക്ക് പാവം തോന്നും. ആ തോന്നുന്നത് എന്തുകൊണ്ടാണ്? അൺഡിസേർവ്ഡ് സഫറിങ്സ് ഓഫ് ദ ഹീറോ. ഹീറോക്ക് അർഹിക്കാത്ത വിഷമങ്ങൾ ഉണ്ടാവുന്ന സമയത്താണ് നമുക്ക് എന്ത് തോന്നുക? നമുക്ക് വിഷമം തോന്നുക. അല്ലെ, പിറ്റിയും ഫിയറൊക്കെ അറോസ് ചെയ്യുക. എഫക്റ്റിംഗ് ദ പ്രോപ്പർ പർഗേഷൻ ഓഫ് ദിസ് ഇമോഷൻ. അങ്ങനെ വരുന്ന ഈ പിറ്റിങ് ഫിയറും നമ്മൾ എന്താ ചെയ്യുക? അത് പ്രോപ്പറായിട്ട് പ്യൂരിഫൈ ചെയ്യും. പ്രോപ്പർ പർഗേഷൻ ഓഫ് ദിസ് ഇമോഷൻ. അപ്പോൾ ഇങ്ങനെ പിറ്റിങ് ഫിയറും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ മനസ്സ് പ്യൂരിഫൈ ചെയ്യും എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നോക്കാം. ദ ഡെഫിനിഷൻ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഇൻ ഡീറ്റെയിൽ. ബൈ സീരിയസ് ആക്ഷൻ അരിസ്റ്റോട്ടിൽ മീൻസ് ദ ടെയിൽ ഓഫ് സഫറിങ്സ് എക്സൈറ്റിംഗ് ദ ഇമോഷൻസ് ഓഫ് പിറ്റി ആൻഡ് ഫിയർ. ട്രാജഡി അറോസ് പിറ്റി ആൻഡ് ഫിയർ ബൈ സീരിയസ്. അപ്പോൾ ആ ഡെഫിനിഷൻ ഓരോന്നായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് നമുക്ക് ആദ്യം അറിയാം. യു ഹാവ് ഓൾറെഡി സീൻ ദാറ്റ് all art is imitation. Tragedy is an art form. അതിലൊരു പ്രശ്നമില്ലല്ലോ. ട്രാജഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആർട്ട് ഫോം ആണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇനി നമുക്ക് എന്താണ് ബൈ സീരിയസ്? ട്രാജഡി ഈസ് ആൻ ഇമിറ്റേഷൻ. അതിൽ ഡെഫിനിഷൻ ഒന്നാകെ എക്സ്പ്ലെയിൻ ചെയ്യാണ് കേട്ടോ. ട്രാജഡി ഈസ് ആൻ ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷൻ. അപ്പോൾ അതിന് എന്ത് മനസ്സിലായി? ട്രാജഡി ഈസ് ആൻ art, it is in the form of imitation. Tragedy is an art form. We know art is an imitation. പിന്നെ എന്താണ് ട്രാജഡി ഇമിറ്റേറ്റ് ചെയ്യുന്നത്? വാട്ട് ഡസ് ട്രാജഡി ഇമിറ്റേറ്റ്? ആൻ ആക്ഷൻ ദാറ്റ് ഈസ് സീരിയസ്. ബൈ സീരിയസ് ആക്ഷൻ അരിസ്റ്റോട്ടിൽ മീൻസ് ദാറ്റ് എ ടെയിൽ ഓഫ് സഫറിങ്സ് എക്സൈറ്റിംഗ് പിറ്റി ആൻഡ് ഫിയർ. എന്താണ് സഫറിങ്സ്? ഒരു സഫറിങ്ങിൻ്റെ കഥ കേട്ടിട്ടാണ് നമുക്ക് എന്ത് തോന്നുന്നത്? നമുക്ക് പിറ്റിയും ഫിയറും തോന്നുന്നത്. ഓൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കം അണ്ടർ ആക്ഷൻ ഇൻക്ലൂഡിങ് ഹ്യൂമൻ ഡീഡ്സ്, തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. ദ സ്റ്റോറി ഷുഡ് ബി കംപ്ലീറ്റ്
ഇറ്റ്സെൽഫ് വിത്ത് എ ബിഗിനിങ് മിഡിൽ ആൻഡ് എൻഡ്. നോക്ക്, അപ്പോൾ ബൈ സീരിയസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി അത് സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും, അല്ലാതെ ചിരിക്കാനുള്ള സംഭവങ്ങളല്ല ട്രാജഡിയിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ദെൻ ട്രാജഡി അറൗസ് പിറ്റി ആൻഡ് ഫിയർ. അതിൻ്റെ ഒരു നഗ്ന ചുരുക്കം എന്താ വെച്ചാൽ ട്രാജഡി അറൗസ് പിറ്റി ആൻഡ് ഫിയർ ദാറ്റ് അറൗസ് ദ സീരിയസ്നെസ് ഓഫ് ദ പ്ലേ. ഓക്കെ, പിന്നെ ബൈ കംപ്ലീറ്റ് ഇറ്റ് ഷുഡ് ഹാവ് എ ബിഗിനിങ് മിഡിൽ ആൻഡ് എൻഡ്. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വരുന്നത്? ട്രാജഡിക്ക് ഒരു ബിഗിനിങ് ഉണ്ടാവും, മിഡിൽ ഉണ്ടാവും, അതിനൊരു എൻഡ് ഉണ്ടാവും. ഇറ്റ് ഷുഡ് ഓൾസോ ബി അറേഞ്ച്ഡ് സീക്വൻഷ്യലി. അപ്പോൾ എന്താണ്, ട്രാജഡി വെറുതെ ആദ്യം ഉണ്ടാവേണ്ടത് ആദ്യം തന്നെ വേണം, പിന്നെ അല്ലാതെ കൺക്ലൂഷൻ കൊണ്ടുപോയിട്ട് ആദ്യം വെച്ചാൽ ആർക്കെങ്കിലും മനസ്സിലാവുമോ? ഇപ്പം മാക്ബത്തിൽ നിങ്ങൾ തന്നെ പഠിച്ചതാണല്ലോ മാക്ബത്ത് ഡ്രാമയിൽ ആ ഒരു എന്താണ് യൂണിറ്റി അറേഞ്ച്മെൻറ്റ്, ആ ഒരു അറേഞ്ച്മെൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഥ മനസ്സിലാവുമോ? ആദ്യം വരേണ്ടത് ആദ്യം വരണം, മിഡിൽ വരേണ്ടത് മിഡിൽ വരണം, അവസാനം വരേണ്ടത്. അപ്പോൾ അതിനൊരു സീക്വൻഷ്യൽ ഓർഡർ ഉണ്ടായിരിക്കണം. ട്രാജഡി ഷുഡ് ഹാവ് എ സീക്വൻഷ്യൽ ഓർഡർ. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, in other words, it should have an organic unity. In the beginning, all the necessary information of the audience to understand the story. ബിഗിനിങ്ങിൽ എന്താ ഉണ്ടാവേണ്ടത്? ഇൻട്രൊഡക്ഷൻ ആണ്. അതിൽ ആ ഒരു ബിഗിനിങ് മുതൽ നമുക്ക് മനസ്സിലാവണം എന്തൊക്കെ നെസസറി ഇൻഫർമേഷൻസ് ആണ് ഓഡിയൻസിന് കൊടുക്കേണ്ടത് കഥ മനസ്സിലാവാൻ. ആ കാര്യങ്ങളൊക്കെ ബിഗിനിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അപ്പം നമുക്കറിയാം മാക്ബത്ത് യുദ്ധം കഴിഞ്ഞ് വരുന്ന സമയത്ത് അല്ലേ, പിന്നെ എന്താണ് അവിടെ ഒരു പ്രൊഫസി, വിച്ചസിൻ്റെ ഒരു പ്രൊഫസിയാണ് കേട്ടത്. അതിലൂടെ നമുക്ക് മനസ്സിലായി വിച്ചസ് എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത് ആദ്യമേ നമ്മൾ അണ്ടർസ്റ്റുഡാണ്. അതിൻ്റെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നെ ബാക്കി കഥകളിലെ ബാക്കി പ്ലേ ത്രൂ ഔട്ടായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് മിഡിൽ ഉണ്ടാവേണ്ട നെസസറി ഇൻഫർമേഷൻസ് ആണ് ഓഡിയൻസിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള വിച്ച് കണ്ടെയ്ൻസ് ദ ഈവൻറ്റ്. പിന്നെ മിഡിൽ എന്താ ഉണ്ടാവുക? മിഡിൽ വിച്ച് കണ്ടെയ്ൻസ് ഈവൻറ്റ്സ് ഫോളോഡ് ബൈ ബിഗിനിങ്. മിഡിൽ ഒരു സംശയമില്ല, ബിഗിനിങ്ങിൽ എന്താണോ പറഞ്ഞത് അതിനെ ഫോളോ ചെയ്തുകൊണ്ടുള്ള കഥയായിരിക്കും മിഡിൽ ഉണ്ടാവുക. എൻഡിൽ എന്താണ്? കൺക്ലൂഷനാണ് ഉണ്ടാവുക. അതിൽ നമുക്കൊരു ഡൗട്ടും ഇല്ലല്ലോ. പിന്നെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്തൊക്കെയാണ് ഡെഫിനിഷനിൽ എന്ത് പഠിച്ചു? ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ട്രാജഡി ഈസ് ആൻ ഇമിറ്റേഷൻ ബൈ സീരിയസ്. ആ ഡെഫിനിഷനിൽ ഓരോ ലൈനും ആണ് കേട്ടോ പറയുന്നത്. ട്രാജഡി ഈസ് ആൻ ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷൻ ദാറ്റ് ഈസ് സീരിയസ്. സീരിയസ് പറഞ്ഞാൽ സീരിയസ് ആക്ഷൻസ് ആണ് ഉണ്ടാവുക. ട്രാജഡി അറൗസ് പിറ്റി ആൻഡ് ഫിയർ ബൈ സീരിയസ് ദാറ്റ് അരിസ്റ്റോട്ടിൽ മീൻസ് ട്രാജഡി അറൗസ് പിറ്റി ആൻഡ് ഫിയർ. രണ്ടാമത്തത് ബൈ കംപ്ലീറ്റ്. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഷുഡ് ഹാവ് എ ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ്. ഇനി നമുക്ക് മാഗ്നിറ്റ്യൂഡ് എന്താണ് നോക്കാം. ബൈ മാഗ്നിറ്റ്യൂഡ് അരിസ്റ്റോട്ടിൽ മീൻസ് ദാറ്റ് ഇറ്റ് ഷുഡ് ഹാവ് എ റീസണബിൾ ലെങ്ത്. ഇറ്റ് ഷുഡ് ബി നൈദർ ടു ലോങ് നോർ ടു ഷോർട്ട്. എന്താണ്? ഇതിനൊരു റീസണബിൾ ആയിട്ടുള്ള ലെങ്ത് ഉണ്ടായിരിക്കണം. കുറേ അധികം ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാരെ കാണാൻ കിട്ടുമോ? ഇല്ല. അതിനൊരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അങ്ങനെ ഒരു നിശ്ചിത ടൈമിൻ്റെ ഉള്ളിൽ ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് ഇൻ 1 സിറ്റിംഗ് അല്ലേ, ഒറ്റയിരുത്തത്തിൽ തീർക്കണം. അല്ലാതെ പ്ലേ നമ്മൾ നാടകമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പകുതി എപ്പിസോഡായിട്ട് പകുതി ഇപ്പം കണ്ട് ബാക്കി പിന്നെ കാണാം അങ്ങനെയൊക്കെ കാണില്ല. നാടകം ഒരു റീസണബിൾ ലെങ്ത് ഉണ്ടാവാൻ പാടുള്ളൂ. ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? അത് തീർന്നിരിക്കണം. ഇറ്റ് ഷുഡ് ബി നൈദർ ടു ലോ, അധികം വലുതും ആവരുത് എന്നാലോ അധികം ചെറുതും ആവരുത്. ദെൻ ഓൺലി ഇറ്റ് ക്യാൻ ബി ഈസിലി റിമെമ്പേർഡ്. എന്നാൽ മാത്രമേ ഇത് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുള്ളൂ അല്ലേ. പിന്നെ ഇറ്റ് ഷുഡ് ഹാവ് എ ലെങ്ത് ഇനഫ് ടു അൺഫോൾഡ് ദ ഈവൻറ്റ്സ് നാച്ചുറലി. നാച്ചുറലായിട്ട് കഥ ഇങ്ങനെ ചുരുളഴിയണം, അല്ലാതെ അതിൽ ആർട്ടിഫിഷ്യാലിറ്റി തോന്നരുത്. അങ്ങനെ തോന്നാതിരിക്കണമെങ്കിൽ എന്താവണം? അത് അധികം നൈദർ ടു ലോങ് നോർ ടു ഷോർട്ട് അങ്ങനെ ആയിരിക്കണം. ബൈ ആർട്ടിസ്റ്റിക് ഓർണമെൻറ്റ്സ് അരിസ്റ്റോട്ടിൽ മീൻസ് റിതം, ഹാർമണി, സോങ് ആൻഡ് ഫിഗർ ഓഫ് സ്പീച്ചസ്. ആർട്ടിസ്റ്റിക് ഓർണമെൻറ്റ്സ് ഇതും ആ ഡെഫിനിഷനിലുള്ള വാക്കാണ് കേട്ടോ. ആർട്ടിസ്റ്റിക് ഓർണമെൻറ്റ് എന്നുള്ളതിനോട് എന്താണ് അരിസ്റ്റോട്ടിൽ മീൻ ചെയ്യുന്നത്? റിതം, ഹാർമണി, സോങ് ആൻഡ് ഫിഗർ ഓഫ് സ്പീച്ചസ്. എന്താണ്? ട്രാജഡി റിട്ടൺ ഇൻ പോയറ്റിക് ലാംഗ്വേജ്. റിതം, ഹാർമണി ആൻഡ് സോങ്. പോയറ്റിക് ലാംഗ്വേജ് എന്തൊക്കെയാണ്? റിതും, ഹാർമണിയും സോങ്ങും ആണ്. സെർവ് ആസ് ആർട്ടിസ്റ്റിക് ഓർണമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ എന്താണ്? ബൈ ആർട്ടിസ്റ്റിക് ഓർണമെൻറ്റ് അരിസ്റ്റോട്ടിൽ മീൻസ് ദാറ്റ് റിതം, ഹാർമണി ആൻഡ് സോങ്. മനസ്സിലായോ? ദീസ് എലമെൻറ്റ്സ് ഷുഡ് ബി ദർ ഇൻ എ സെപ്പറേറ്റ് പാർട്സ് ഓഫ് ദ പ്ലേ. ദേ ആർ മീൻ ടു ബി എൻറിച്ചിങ് ദ ലാംഗ്വേജ് ഓഫ് ദ പ്ലേ. മനസ്സിലായോ?
അപ്പോൾ ഈ ആർട്ടിസ്റ്റിക് ഓർണമെൻ്റ് എന്തിനാണ്? പ്ലേൻ്റെ ലാംഗ്വേജ് ഒന്ന് എൻറിച്ച് ആക്കാൻ, ഒന്നും കൂടെ എന്താ പറയുക ഭയങ്കരമായിട്ടൊരു എൻറിച്ച്മെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്? പോയറ്റിക് ലാംഗ്വേജ്, ഹാർമണി, റിതൊക്കെ അതിൽ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? Then the form of action, tragedy distinguishes the form of narrative verses. അപ്പോൾ ട്രാജഡി ഏത് രീതിയിലാണ്? ഇതും ഡെഫിനിഷനിലുള്ള വാക്കാണ്. ട്രാജഡി ഈസ് ദ ഫോം ഓഫ് ആക്ഷൻ. ട്രാജഡി ഏത് രീതിയിലാണ്? ആക്ഷൻ്റെ രീതിയിലാണ്. നോട്ട് ഓഫ് നരേറ്റീവ്, നരേറ്റീവിൻ്റെ രീതിയിലല്ല, നരേറ്റീവ് വേഴ്സിലല്ല. ഇൻ ട്രാജഡി ദ ടെയിൽ ഈസ് ടോൾഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്. ക്യാരക്ടേഴ്സ് ആണ്, അതിൽ ക്യാരക്ടറിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാവുന്നത് അല്ലേ. ഇൻ ദ നരേറ്റീവ് the poet is free to speak in his own person. ഈ നരേറ്റീവിലാണെങ്കിൽ ഏതിലാ നരേഷന്? പോയട്രിയിലാണെങ്കിൽ നരേറ്റീവ് ആണ് അല്ലേ. പോയട്രി മീൻസ് ടു ബി നരേറ്റീവ്, ട്രാജഡി ഷുഡ് ബി സ്റ്റേജ്ഡ് അല്ലേ, മീൻസ് ടു ബി സ്റ്റേജ്ഡ്. അപ്പം പോയട്രി നരേറ്റീവ് ആണെങ്കിൽ അതിൽ അവരുടെ കാര്യങ്ങളിൽ ഹിസ് ഓൺ പേഴ്സൺ, അയാൾ തന്നെ അതിലൊരു പേഴ്സണായിട്ട് സംസാരിക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ട്രാജഡിയിലോ, ഡ്രാമാറ്റിസ്റ്റ് നമുക്ക് കാണാൻ പറ്റുമോ? ട്രാജഡിയിൽ അയാൾക്ക് റോൾ ഉണ്ടാവുമോ? ഡ്രാമ എഴുതിയ ആൾക്ക് ഇപ്പോൾ ഷേക്സ്പിയർ ഇഷ്ടം പോലെ പ്ലേ ചെയ്തിട്ടുണ്ട്. ഷേക്സ്പിയറിന് അതിൽ റോളുണ്ടോ? ഇല്ല. അപ്പോൾ നേരെ മറിച്ചൊരു പോം ആണെങ്കിൽ അതിലെന്താണ് അധിക പോയത്തിലും ക്യാരക്ടറായിട്ട് എന്താണ് പോയറ്റ് തന്നെ വരാറുണ്ട് അല്ലേ. അതാണ് ഈ പറയുന്നത് കേട്ടോ. ഇൻ ദ നരേറ്റീവ് ദ പോയറ്റ് ഈസ് ഫ്രീ ടു സ്പീക്ക് ഇൻ ഹിസ് ഓൺ പേഴ്സൺ. ഇൻ ട്രാജഡി ഡ്രാമാറ്റിസ്റ്റ് നോവർ സീൻ. ട്രാജഡിയിൽ ഡ്രാമാറ്റിസ്റ്റിനെ കാണുകയല്ല. All is done by the characters. It means to be acted as well as read. But the narrative is meant to be read only. നരേറ്റീവ് നമ്മൾ കവിത എന്തിനാണ്? വായിക്കാൻ വേണ്ടി മാത്രമാണ്, റിസൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് നരേഷന്. പക്ഷേ എന്താണ് ഡ്രാമ എന്തിനൊക്കെയാണ്? വായിക്കാനുമാണ്, എന്നാലും അത് സ്റ്റേജിന്മേലും പ്ലേ ചെയ്യണം. ഇത്രയാണ് ആ ഒരു ട്രാജഡിനെ നമ്മളൊന്നും കൂടെ ഡിഫൈൻ ചെയ്തത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഡെഫിനിഷൻ ഒന്നും കൂടെ നോക്കാം. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ വാട്ട് ഈസ് ട്രാജഡി, അല്ലെങ്കിൽ ഡെഫിനിഷൻ ഓഫ് ട്രാജഡി ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഡെഫിനിഷൻ ഓഫ് ട്രാജഡി ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. കാണാതെ അതിലെന്താണ് കോമയും പുള്ളിയും ഒക്കെ കറക്റ്റായിട്ട് എല്ലാം കറക്റ്റായിട്ട് ഇട്ടിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. ആ ഒരു ഡെഫിനിഷൻ നോക്ക്. ട്രാജഡി ഈസ് ആൻ ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷൻ ദാറ്റ് ഈസ് സീരിയസ്, കംപ്ലീറ്റ് ആൻഡ് ഓഫ് സർട്ടൻ മാഗ്നിറ്റ്യൂഡ് ഇൻ എ ലാംഗ്വേജ് എംബലിഷ്ഡ് വിത്ത് ഈച്ച് കൈൻഡ് ഓഫ് ആർട്ടിസ്റ്റിക് ഓർണമെൻറ്റ്, ദ സെവറൽ കൈൻഡ്സ് ബീയിങ് ഫൗണ്ട് ഇൻ സെപ്പറേറ്റ് പാർട്സ് ഓഫ് ദ പ്ലേ ഇൻ ദ ഫോം ഓഫ് ആക്ഷൻ, നോട്ട് ഓഫ് നരേറ്റീവ്, ത്രൂ പിറ്റി ആൻഡ് ഫിയർ എഫക്റ്റിംഗ് ദ പ്രോപ്പർ പെർഗേഷൻ ഓഫ് ദീസ് ഇമോഷൻസ്. അപ്പോൾ എന്തൊക്കെ നോക്കും? ട്രാജഡി ഈസ് ആൻ ഇമിറ്റേഷൻ, നമുക്കറിയാം. ഓൾ ആർട്ട് ഈസ് ആൻ ഇമിറ്റേഷൻ. അരിസ്റ്റോട്ടിൽ പറഞ്ഞു എന്താണ് ആർട്ട് ഈസ് ഇമിറ്റേഷൻ. അപ്പോൾ ട്രാജഡി എന്ന് പറഞ്ഞത് ഒരു ഇമിറ്റേഷനാണ്. എന്തിൻ്റെ? ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷൻ. ആക്ഷൻ്റെ ഇമിറ്റേഷനാണ്. ആക്ഷൻ്റെ ഇമിറ്റേഷൻ ആണെന്ന് പറഞ്ഞല്ലോ അല്ലേ. പിന്നെ സീരിയസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ബൈ സീരിയസ് മീൻസ് ട്രാജഡി അറോസ് പിറ്റി ആൻഡ് ഫിയർ. പിന്നെ കംപ്ലീറ്റ് പറഞ്ഞാൽ എന്താ? പിന്നെ ഇറ്റ് ഷുഡ് ഹാവ് ബിഗിനിങ് മിഡിൽ എൻഡ്. അതിനെന്തുണ്ടാവും? പ്ലേക്ക് എന്താണ് ഒരു ബിഗിനിങ് ഉണ്ടാവും, മിഡിൽ ഉണ്ടാവും, പിന്നെ ഒരു എൻഡും ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഭാഗത്ത് പറയുന്നത്. പിന്നെ സെർട്ടൻ മാഗ്നിറ്റ്യൂഡ്, ഇതെപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഷുഡ് ഹാവ് എ റീസണബിൾ ലെങ്ത്, ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് ഇൻ വൺ സിറ്റിംഗ് അല്ലേ. ഇതൊരൊറ്റ ഇരിപ്പിന് തീരണം. ഇതിനെന്തുണ്ടായിരിക്കണം? ഒരു റീസണബിൾ ലെങ്ത് ആയിരിക്കണം എപ്പോഴും പ്ലേക്ക് ഉണ്ടായിരിക്കേണ്ടത്. That means it should not be neither too long nor too short. ഇതെന്തായിരിക്കരുത്? അധികം വലുതും ആയിരിക്കരുത്, അല്ലെങ്കിൽ എന്താണ് അധികം ചെറുതും ആയിരിക്കരുത്. പിന്നെ അടുത്തത് എന്താണ്? ഇൻ എ ലാംഗ്വേജ് എംബലിഷ്ഡ് വിത്ത് ഈച്ച് കൈൻഡ് ഓഫ് ആർട്ടിസ്റ്റിക് ഓർണമെൻറ്റ്സ് അല്ലേ. അപ്പോൾ ഇതിൽ എത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ച്. ബൈ സീരിയസ് അല്ലേ. സീരിയസ് എന്താണ് നമ്മൾ പഠിച്ചു. സീരിയസ് എന്താണ്?
സീരിയസ് എന്താണ്? ട്രാജഡി അറൗസ് പിറ്റി ആൻഡ് ഫിയർ. കംപ്ലീറ്റ് ഇറ്റ് ഷുഡ് ഹാവ് എ ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് ഇൻ വൺ സിറ്റിംഗ്. ഇറ്റ് ഷുഡ് നോട്ട് ബി നൈദർ ടു ലോങ് ഓർ ടു ഷോർട്ട്. ഇങ്ങനെ ആവരുത്. പിന്നെ അടുത്തത് ഇൻ എ ലാംഗ്വേജ് എംബലിഷ്ഡ് വിത്ത് ഈച്ച് കൈൻഡ് ഓഫ് ആർട്ടിസ്റ്റിക് ഓർണമെൻറ്റ്സ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ വരാനുള്ളത്? ആർട്ടിസ്റ്റിക് ഓർണമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ്. ആർട്ടിസ്റ്റിക് ഓർണമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ട്രാജഡി റിട്ടൺ ഇൻ എ പോയറ്റിക് ലാംഗ്വേജ്. റിതം, ഹാർമണി ആൻഡ് സോങ് ആണ് എന്തുകൊണ്ട് ഉദ്ദേശിച്ചത്? ആർട്ടിസ്റ്റിക് ഓർണമെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ സവറൽ കൈൻഡ്സ് ബീങ് ഫൗണ്ട് ഇൻ ദ സെപ്പറേറ്റ് പാർട്ട്. ഈ ഹാർമണി, റിതും എന്താണ് സോങ് ഒക്കെ അതിൻ്റെ കഥൻ്റെ പ്ലോട്ടിൻ്റെ സെപ്പറേറ്റ് പാർട്സിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞത്? ഇൻ ദ ഫോം ഓഫ് ആൻ ആക്ഷൻ. ട്രാജഡി ഈസ് ഇൻ ദ ഫോം ഓഫ് നരേഷൻ. ആക്ഷൻ്റെ രീതിയിലാണ്, നരേഷൻ്റെ രൂപത്തിലല്ല, ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ആക്ഷൻ, നോട്ട് ഓഫ് നരേറ്റീവ്. നരേറ്റീവിൻ്റെ ഫോമിലല്ല. ത്രൂ പിറ്റി ആൻഡ് ഫിയർ അഫക്റ്റിംഗ് ദ പ്രോപ്പർ പർഗേഷൻ ഓഫ് ദീസ് ഇമോഷൻസ്. പിന്നെ പിറ്റി ആൻഡ് ഫിയറും അറൗസ് ചെയ്ത് നമുക്ക് ഓൾറെഡി അറിയാം. അത് ഏതിലൂടെ പ്യൂരിഫൈ ചെയ്യും? പർഗേഷൻ മീൻസ് മറക്കരുത് കഥാർസിസ് അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ ഓഫ് മൈൻഡ് പർഗേറ്റ് ചെയ്യും ഈ പിറ്റി ആൻഡ് ഫിയറും. നമ്മൾ പിറ്റി ആൻഡ് ഫിയർ തുടർച്ചയായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇതേ പ്രശ്നങ്ങൾ വരുമ്പം ഇത് തരണം ചെയ്യാൻ നമുക്ക് കഴിയും എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. നമ്മൾ പ്ലാറ്റോ പറഞ്ഞു എന്ത്? ആക്ടിങ് ഈസ് നോട്ട് എ ഹെൽത്തി എക്സർസൈസ്. എന്നാൽ അറ്റ് ദ സെയിം ടൈം അരിസ്റ്റോട്ടിൽ പറഞ്ഞു ആക്ടിങ് ഒരു ഹെൽത്തി എക്സർസൈസ് ആണ്. ഹെൽത്തി എക്സർസൈസ് എന്ന് പറഞ്ഞതല്ല കേട്ടോ, ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. കാരണം ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രി ഈസ് ഹാംഫുൾ എന്നാണ് പ്ലാറ്റോ പറഞ്ഞതെങ്കിൽ അരിസ്റ്റോട്ടിൽ എന്താ പറഞ്ഞത്? ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രി ഈസ് നോട്ട് ഹാംഫുൾ. ഒരിക്കലും അത് ഉപദ്രവകാരിയല്ല. ഇത് നമ്മളെ ക്യാരക്ടറിനെ അപ്ലിഫ്റ്റ് ചെയ്യും അല്ലേ? ആസ് നോബ്ലർ ദാൻ ബിഫോർ. മുമ്പ് ഉണ്ടായതിനേക്കാളും ഒന്നുകൂടി ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ആദ്യം ഉണ്ടായ പേഴ്സണാലിറ്റിനേക്കാളും നമ്മളെ പേഴ്സണാലിറ്റി ഒന്നും കൂടി എൻഹാൻസ് ചെയ്തിട്ട് ഒന്നും കൂടി ലിഫ്റ്റ് ചെയ്തിട്ട് നോബ്ലറാക്കി തീർക്കുകയാണ് ചെയ്യുക ഇങ്ങനെ ഇമോഷണൽ അപ്പീലിലൂടെ, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നാണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഇത്രയാണ് ട്രാജഡീൻ്റെ ഡെഫിനിഷന്. ഇത് നന്നായിട്ട് പഠിക്കുക. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഓരോ ലൈനും സീരിയസ് എന്താണ്, കംപ്ലീറ്റ് എന്താണ്, മാഗ്നിറ്റ്യൂഡ് എന്താണ്, ആർട്ടിസ്റ്റിക് ഓർണമെൻ്റ് എന്താണ്, പിന്നെ ഡ്രാമ ഈസ് ടു ബി സ്റ്റേജ്ഡ് നോട്ട് ഓഫ് നരേറ്റീവ്. ഡ്രാമ സ്റ്റേജ് ചെയ്യാനുള്ളതാണ്. സോ ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ആക്ഷൻ നോട്ട് ഓഫ് നരേറ്റീവ്. ഒരു പോയട്രി ആണെങ്കിൽ എന്താണ്? ടു ബി റീഡ് ഓൺലി, റീഡ് ചെയ്യാൻ മാത്രമാണ്. അതേസമയം ട്രാജഡി ആണെങ്കിലോ റീഡ് ചെയ്യാനും ആക്ട് ചെയ്യാനും കൂടി ഉള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. താങ്ക് യു.